ഇറാൻ ആക്രമണത്തിൽ യുഎഇയിൽ മരിച്ചവർ 3 മരണം യുഎഇ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ആക്രമണങ്ങളിൽ 58 പേർക്ക് പരിക്കേറ്റെന്നും യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഗൾഫിൽ ദുബായ് ഉൾപ്പെടെ പല നഗരങ്ങളിലായി നിരവധി തുടർ ആക്രമണം നടക്കുകയാണ്. വിശദാംശങ്ങളുമായി ആക്രമണം നടക്കുന്ന ഗൾഫിൽ നിന്നും ജയ്ഹിന്ദ് ടിവി മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി എൽവിസ് ടുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. എൽവിസ്, യുഎഇയിൽ കടുത്ത ആക്രമണം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളടക്കം നമ്മൾ പ്രേക്ഷകരിലേക്ക് കഴിഞ്ഞ മണിക്കൂറിൽ എത്തിച്ചു. ഈ മിസൈൽ പതിച്ചതിന്റെ, അതായത് ജനവാസ മേഖലയടക്കം മിസൈൽ പതിച്ചതിന്റെ, ഡ്രോൺ ആക്രമണം നടന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ, ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടുന്ന് നൽകാൻ കഴിയുന്നത്? ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഖത്തറിലെ പരിക്കേറ്റവരിൽ മലയാളി ഉണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് തൃശൂർ സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഖത്തറിൽ ജനങ്ങൾ പുറത്തിറങ്ങരുതെന്ന് വാർണിംഗ് അല്പസമയം മുമ്പ് ഖത്തർ ഔദ്യോഗിക മന്ത്രാലയങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതായത് ആക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ പുറത്തിറങ്ങരുതെന്നുള്ള മുന്നറിയിപ്പ് വന്നിരുന്നു. നേരത്തെ ഉണ്ടായ ആക്രമണത്തിലാണ് ഈ തൃശൂർ സ്വദേശിക്ക് പരിക്കേറ്റത്. അദ്ദേഹത്തിന്റെ പേരും മറ്റു വിവരങ്ങളും ലഭ്യമല്ല. എങ്കിലും അത് മലയാളിയാണെന്ന്, തൃശൂർ സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മേഘ ചോദിച്ചു പോലെ പറയുന്നു, ഇറാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന ഒരു ശുഭകരമായ വാർത്ത കൂടി നമ്മൾ പുറത്തുവിടുകയാണ്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള വാർത്തയാണ്. അതിനെ മുൻകൈ എടുക്കുന്നത് ഒമാനാണ്. പ്രത്യേകിച്ച് ഒമാനിന്റെ വിദേശകാര്യ മന്ത്രിയാണ് ഇതിനെ മുൻകൈ എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടക്കുന്ന GCCയുടെ മീറ്റിംഗിൽ, അതായത് 6 ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ GCCയുടെ മീറ്റിംഗിൽ ഈ ഒരു ഫോർമുല ഒമാൻ മുന്നോട്ട് വെക്കും. അതേസമയം എന്തായിരിക്കും ഇറാൻ നിലപാടെന്നത് വ്യക്തമല്ല. അതിലിപ്പോഴും അവ്യക്തതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ശുഭകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു. മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഒമാൻ അറിയിച്ചെങ്കിലും ഇറാന്റെ മയിൽ ചർച്ചയ്ക്ക് തങ്ങളും തയ്യാറാണെന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കൂടി സന്നദ്ധ അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ചർച്ചയ്ക്ക് താൻ സമ്മതം നൽകിയെന്ന് ട്രംപ് അല്പം മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു ഫോർമുലയായി വന്നാൽ തീർച്ചയായിട്ടും ഇറാൻ വിഷയത്തിൽ ഇസ്രായേലും അമേരിക്കയും അതുപോലെ ഗൾഫ് രാജ്യങ്ങളും കൂടി ചർച്ച വന്നാൽ ഒരു താൽക്കാലിക ഒരു പരിഹാരമെങ്കിലും ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഫോൺ സംഭാഷണത്തിൽ താൻ അതിനുള്ള ഒരു സന്നദ്ധ അറിയിച്ചു എന്നാണ് അല്പം മുമ്പ് ട്രംപ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതൊരു പോസിറ്റീവായ ഒരു വാർത്തയാണ്. മറ്റൊരു നേരത്തെ ചോദിച്ചത് കൃത്യമായി പറയാം. അതായത് ദുബായിലെ ഗ്ലോബൽ വില്ലേജ് അടച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്ന ദിവസമാണ്. അത് അടച്ചിട്ടിരിക്കുകയാണ്. സ്കൂളുകൾ നാളെ മുതൽ പ്രവർത്തിക്കില്ല. അടുത്ത മാർച്ച് 4 തീയതി വരെ യുഎഇയിലെ സ്കൂളുകളും വർക്ക് ഫ്രം ഓൺലൈനാക്കി മാറിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ജോലി, പ്രത്യേകിച്ച് സ്വകാര്യ മേഖല ഏറ്റവും കൂടുതൽ മലയാളികൾ, ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നതാണ് യുഎഇയിൽ. അതെല്ലാം ഇനി അടുത്ത 2 ദിവസത്തേക്ക് സ്വകാര്യ മേഖലയിൽ കൂടി ജോലി വർക്ക് ഫ്രം ഹോമായി മാറിയിരിക്കുന്ന വിവരം കൂടി നമ്മൾ പങ്കുവയ്ക്കേണ്ടിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറായി നൽകുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബഹ്റൈനിലെ ഉമ്മൽ ഹസം എന്ന മേഖലയിൽ ഒരു ഡ്രോണുകൾ തകർന്നു വീണിരുന്നു. അതിന്റെ വിഷ്വൽ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അത് മലയാളികളേറെ തിങ്ങി പാർക്കുന്ന ഒരു കേന്ദ്രമാണ് ഉമ്മൽ ഹസം എന്നത്. അവിടെയും അതൊരു ചെറിയൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ മുതൽ ജുഫൈറിൽ മറ്റൊരു മലയാളികൾ താമസിക്കുന്ന കേന്ദ്രമാണ്, നിരവധി മലയാളി താമസിക്കുന്ന കേന്ദ്രമാണ്. ജുഫൈറിലും ആക്രമണത്തിന്റെ ഭാഗമായി ആളുകൾ തിങ്ങി താമസം മാറ്റിയിരുന്നു. അതിനുശേഷം ഇന്നാണ്, അല്പം മുമ്പാണ് ഉമ്മൽ ഹസം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് സമാധാനത്തിന്റെ ചർച്ച നടക്കുമ്പോൾ മറു സ്ഥലത്ത് 6 ഗൾഫ് രാജ്യങ്ങളിലും തുടർച്ചയായിട്ടുള്ള ഒരു ആക്രമണം നടക്കുമെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. മേഘ, ശരി, വ്യക്തമാണ്. എൽവിസ് ടുമാറാണ് ഗൾഫിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.